അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഏവം സ്തുതോപി ഭഗവാൻ ന ബുബോധയദാ ഹരി യോഗനിദ്രാസമാക്രാന്തസ്തദാ ബ്രഹ്മാഹ്യചിന്തയൽ. നൂനം ശക്തിസമാക്രാന്തോ വിഷ്ണുർനിദ്രാവശം ഗതാ ജജാഗാരനധർമാത്മാ കിം കരോമ്യദ്യ ദുഃഖിത. ഹന്തുകാമാവുഭൗ പ്രാപ്തൗ ദാനവൗ മദഗർവിതൗ കിം കരോമി ക്വ ഗച്ഛാമി നാസ്തി മേ ശരണം ക്വചിൽ. ഇതി സംചിന്ത്യ മനസാ നിശ്ചയം പ്രതിപദ്യ ച തുഷ്ടാവയോഗനിദ്രാം താമേകാഗ്രഹൃദയസ്ഥിത. വിചാര്യ മനസാപ്യേവം ശക്തിർമേ രക്ഷണേ ക്ഷമാ. യയാ ഹ്യചേതനോ വിഷ്ണു കൃതോസ്തി സ്പന്ദവർജിത. വ്യസുര്യഥാ ന ജാനാതി ഗുണാൻ ശബ്ദാദികാനിഹ തഥാ ഹരിർന ജാനാതി നിദ്രാമീലിതലോചന. ന ജഹാതി യതോ നിദ്രാം ബഹുധാ സംസ്തുതോപ്യസൗ. മന്യേ നാസ്യ വശേ നിദ്ര നിദ്രായായം വശീകൃത. യോ യസ്യ വശമാപന്ന സ തസ്യ കിങ്കരഃ കില. തസ്മാच्च യോഗനിദ്രേയം സ്വാമിനീ മാപതേർഹരേ. സിന്ധുജായാ അപി വശേ യയാ സ്വാമീ വശീകൃത. നൂനം ജഗദിദം സർവം ഭഗവത്യാ
വശീകൃതം. അഹം വിഷ്ണുസ്തഥാ ശംഭു സാവിത്രീ ചരമാപ്യുമാ സർവേ വയം വശേ യസ്യ നാത്ര കിംചിദ്വിചാരണ. ഹരിരപ്യവശശ്യേതേ യഥാന്യപ്രാകൃതോ ജന യയാഭിഭൂത കാ വാർത്ത കിലാന്യേഷാം മഹാത്മനാം. സ്തൗമ്യദ്യയോഗനിദ്രാം വൈ യയാ മുക്തോ ജനാർദ്ദന ഘടയിഷ്യതി യുദ്ധേ ച വാസുദേവ സനാതന. ഇതി കൃത്വാ മതിം ബ്രഹ്മ പത്മനാളസ്ഥിതസ്തദാ തുഷ്ടാവയോഗനിദ്രാം താം വിഷ്ണോരംഗേഷു സംസ്ഥിതാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ ഭാഷാഗാനം പ്രഥമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷയാണ് ഇന്ന് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ നമ്മൾ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇങ്ങനെ സ്തുതി ചെയ്തിട്ടും യോഗനിദ്രയിൽ ലയിച്ച ഹരി ഉണർന്നതേയില്ല. ബ്രഹ്മൻ ചിന്തിച്ചു വിഷ്ണു ശക്തിക്കധീനനായി നിദ്രയിൽ മുഴുകിയല്ലോ. വിഷ്ണു ഇപ്പോൾ ഉണരില്ല നിശ്ചയം തന്നെ. ദുഃഖിതനാമെനിക്കിനി സഹായമായിട്ടാരുണ്ട്. ദുഃഖം തീരാനിനി ഞാനും എന്തു ചെയ്യണം. കൊല്ലാൻ വന്നവരാണല്ലോ ഇവർ രണ്ടു അസുരരും. എന്തു ചെയ്യും, ആരു രക്ഷ, എവിടെ പോകും? താൻ മുഖൻ ആലോചിച്ചല്ലോ, തീരുമാനമെടുത്തല്ലോ. യോഗനിദ്രാദേവിയെ താൻ സ്തുതി തുടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏതു ശക്തി വിഷ്ണുവിനെ അചേതനായി സുപ്തനാക്കി. ആ ശക്തി എന്നെ രക്ഷിക്കും ബ്രഹ്മൻ ചിന്തിച്ചു. മരിച്ചവൻ ശബ്ദാദിയ ഗുണങ്ങൾ അറിയുന്നില്ല. നിദ്ര കണ്ണു അടപ്പിച്ച ഹരിയും സമം. പല വിധത്തിലായി ഞാനും പലവട്ടം സ്തുതിച്ചിട്ടും പന്നകശായിയാം ഹരി അറിയുന്നില്ല. നിദ്രാദേവി ഹരിക്കധീനയല്ലല്ലോ ഇദ്ദേഹത്തെ. നിദ്രാദേവി വശീകരിച്ചിരിക്കുന്നല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരു ആർക്കു വിധേയൻ താൻ, അയാളവന്റെ കിങ്കരൻ.
യോഗനിദ്ര ഹരിയുടെ സ്വാമിനി തന്നെ. സിന്ധുജാപതിയെപ്പോലും വശീകരിച്ചോരാദേവി സകല ലോകങ്ങളെയും വശീകരിപ്പൂ. വിഷ്ണു ശംഭു പിന്നെ ഞാനും വാണി ലക്ഷ്മി പാർവതിയും ആ ശക്തിക്കു അധീനർത്താൻ സംശയമില്ല. ഹരി പോലും പ്രാകൃതനായി അവശനായി കിടക്കുന്നു. മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? ആരിൽ നിന്നും മുക്തനായ വാസുദേവൻ ജനാർദ്ദനൻ യുദ്ധം ചെയ്യും ആ ശക്തിയെ സ്തുതിക്കുന്നു ഞാൻ. ഇങ്ങിനെയുറപ്പിച്ചിട്ടു പത്മനാളസ്ഥിതൻ ബ്രഹ്മൻ വിഷ്ണുവിൽ വ്യാപിച്ച ഈശ്വരിയെ സ്തുതിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇന്ന് 14 മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളാണ് അനുസ്മരിക്കുന്നത്. ബ്രഹ്മാവ് ഭഗവാനെ ഉണർത്താനായി പ്രളയജലത്തിൽ ശേഷപര്യങ്കത്തിൽ സുഖസുഷുപ്തിയിലായ മഹാവിഷ്ണുവിനെ ഉണർത്താനായിട്ട് ഉള്ള പ്രാർത്ഥന ഉത്തിഷ്ഠോത്തിഷ്ഠ ദേവേശ എന്ന രീതിയിൽ അവിടെ സ്തുതിക്കുന്ന രംഗമാണ് നമ്മൾ കേട്ടത്. ഏവം സ്തുതോപി ഭഗവാൻ ന ബുബോധയദാഹരി യോഗനിദ്രാസമാക്രാന്ത തഥാ ബ്രഹ്മാഹ്യചിന്തയൽ. ഇങ്ങനെ ഇത്രയധികം സ്തുതിച്ചിട്ടും യോഗനിദ്രയിൽ നിന്ന് വിലയിച്ച ആ ഹരി ന ബുബോധയഥാഹ യഥാഹരി ഉണരാഞ്ഞപ്പോ ബ്രഹ്മാഹ്യചിന്തയൽ, ബ്രഹ്മാവ് നല്ല പോലെ ഒന്ന് ആലോചിച്ചു എന്തായിരിക്കും ഇതിന് കാരണം. ന്യൂനം ശക്തി സമാക്രാന്തോ വിഷ്ണുർനിദ്രാവശം ഗത. തീർച്ചയായും ശക്തിക്ക് അധീനനായി വിഷ്ണു നിദ്രയിലേക്ക് വീണുപോയിരിക്കുന്നു. ജജാകാര ന ധർമാത്മാ കിം കരോമ്യദ്യ ദുഃഖിത. ധർമാത്മാവായ അദ്ദേഹം ഇതുകൊണ്ടൊന്നും ഉണരുകയില്ല. ഇനി ഞാൻ എന്താണ് കിം കരോമി അദ്യ, ദുഃഖിതനായിരിക്കുന്ന ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. ഹന്തുകാമാവുഭോ പ്രാപ്തോ ദാനവോ മതഗർവിതോ. കൊല്ലാനെത്തിയ ആളുകളാണ് മതം കൊണ്ട് ഗർവം വന്നിട്ടുള്ള ഈ 2 ദുഷ്ടന്മാര്, അസുരന്മാര്. കിം കരോമി, ഞാൻ എന്തു ചെയ്യും? കൊഗച്ഛാമി, എങ്ങോട്ട് പോവും? നാസ്തിമേ ശരണം കൊജിൽ, എനിക്ക് ഒരിടത്തും
ഒരു രക്ഷയില്ലാതെ ആയിരിക്കുന്നല്ലോ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ബ്രഹ്മാവ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതി സംചിന്യ മനസാ നിശ്ചയം പ്രതിപദ്യ ച തുഷ്ടാവ യോഗനിദ്രാം താമേകാഗ്രഹൃദയസ്ഥിത. ഇങ്ങനെ ചിന്തിച്ച് ഇതി സംചിന്യ മനസാ നിശ്ചയം, മനസ്സിൽ നിശ്ചയം ഉറപ്പിച്ചു. എന്താ ഒരു തീരുമാനം? ഏകാഗ്രചിത്തനായി ഭഗവതിയെ യോഗനിദ്രയെ സ്തുതിക്കുക. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന രീതിയിൽ അവിടെ ഏകാഗ്രചിത്തനായി ദേവിയെ യോഗനിദ്രയെ സ്തുതിക്കുക. വിചാര്യ മനസാപ്യേവം ശക്തിർമേ രക്ഷണേ ക്ഷമാ യയാ ഹ്യചേതനോ വിഷ്ണു കൃതോസ്തി സ്പന്ദവർജിത. എന്താ വിചാരിച്ചത്? ഏത് ശക്തിയാണോ വിഷ്ണുവിനെ അചേതനനും നിസ്പന്ദനുമാക്കി മാറ്റിയത്, സ്പന്ദവർജിത, അനക്കമില്ലാത്തവനാക്കി തീർത്തത്, ആ ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കും. വിഷ്ണു ഉറങ്ങാനുള്ള കാരണം, ആ കാര്യം അവിടെ ഉണ്ടായി എങ്കിൽ അതിന് ഒരു കാരണം എന്നുള്ളത് ആ ഭഗവതിയാണ്. ആ ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കും. വ്യസുര്യഥ ന ജാനാതി ഗുണാൻ ശബ്ദാദികാനിഹ തഥാ ഹരിർന ജാനാതി നിദ്രാമീലിതലോചന. ഇവിടെ മരിച്ചാള് വ്യസുര്യഥാന ജാനാതി, മരിച്ചാളെ എങ്ങനെയാണോ ശബ്ദാദികാനിഹ ഗുണാൻ ന ജാനാതി, ശബ്ദാദി ഗുണങ്ങളെ അറിയാതിരിക്കുന്നത്, ചെവിയുണ്ടെങ്കിലും കേൾക്കാൻ സാധിക്കില്ല, കണ്ണുണ്ടെങ്കിലും കാണാൻ സാധിക്കില്ല മരിച്ചു കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെ നിദ്ര പ്രാപിച്ച് കണ്ണടച്ച ഹരിയും തഥാ ഹരിർന ജാനാതി നിദ്രാമീലിത ലോചന, ആ ഹരിക്കും എൻ്റെ സ്തുതി കേൾക്കാനോ അതേക്കുറിച്ച് അറിയാനോ സാധിക്കുന്നില്ല. ന ജഹാദിയതോ നിദ്രാം ബഹുധാ സംസ്തുതോപ്യസൗ, ഇങ്ങനെ പല പ്രകാരം സ്തുതിച്ചിട്ടും ഇദ്ദേഹം ഉണരുന്നില്ല. അതുകൊണ്ട് നിദ്ര ഇദ്ദേഹത്തിന് അധീനയല്ല, മറിച്ച് നിദ്ര ഇദ്ദേഹത്തെ വശീകരിച്ചിരിക്കുന്നു. നിദ്രയിൽ അധീനനാണ് ഇദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. മന്യേ നാസ്യ വശേ നിദ്ര, നിദ്രായായം വശീകൃത, നിദ്രയാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. യോ യസ്യ വശമാപന്ന സതസ്യ കിങ്കര കില തസ്മാച്ച യോഗനിദ്രേയം സ്വാമിനി മാപതേർഹരേ. ആര് ആർക്ക് വിധേയനാകുന്നുവോ അയാൾ അവൻ്റെ കിങ്കരൻ. ഇങ്ങനെയാണ് അല്ലേ? നമ്മൾ ഒരാൾക്ക് വിധേയനായി നിൽക്കുമ്പോൾ അയാൾ സ്വാമിയും നമ്മൾ ഭൃത്യനും, അയാൾ യജമാനനും നമ്മൾ ഭൃത്യനും, ഇങ്ങനെയാണ്. അപ്പം ഇതേപോലെ യോഗനിദ്ര മാപതേർ ഹരേ, മാപതിയായിരിക്കുന്ന ലക്ഷ്മീപതിയായിരിക്കുന്ന ഹരിയുടെയും സ്വാമിനിയാണ്. സ്വാമിനി മാപതേർ ഹരേ യോഗനിദ്രേയം, ഈ യോഗനിദ്ര തസ്മാൽ, അതുകൊണ്ട് ഈ യോഗനിദ്ര ഹരിയെയും തൻ്റെ അധീനതയിലാക്കിയിരിക്കുന്നു. സിന്ധുജായ അപിവശേയയാ സ്വാമി വശീകൃത നൂനം ജഗദിദം സർവം ഭഗവത്യാ വശീകൃതം. സിന്ധുജായ, ആ സിന്ധുവിൽ നിന്ന് ജനിച്ച ലക്ഷ്മീദേവിയുടെ പതിയെപ്പോലും ആരാണോ വശീകരിച്ചിരിക്കുന്നത്, യയാ സ്വാമി വശീകൃത നൂനം ജഗദിദം സർവം, ഈ ലോകം മുഴുവൻ തീർച്ചയായും ഭഗവത്യാ വശീകൃതം, ആ ഭഗവതിയാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയവുമില്ല. സിന്ധുജയായ ലക്ഷ്മിയുടെ പതിയെപ്പോലും വശീകരിച്ചു. ഈ ലോകത്തെ മുഴുവൻ വശീകരിച്ചിരിക്കുന്നു ഈ ഭഗവതി. അഹം വിഷ്ണു തഥാ ശംഭു സാവിത്രി ച രമാപ്യുമാ സർവേ വയം വശേ യസ്യ നാത്ര കിഞ്ചിത് വിചാരിണ. ഇവിടെ ഞാനും വിഷ്ണുവും അതേപോലെ തന്നെ ശംഭു മഹാദേവനും
അതേപോലെ സാവിത്രീച്ച രമാപ്യുമ, സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും സർവേ വയം വശേയസ്യ, ഞങ്ങളെല്ലാവരും തന്നെ ആ ശക്തിക്ക് അധീനരാണ്. ഒട്ടും തന്നെ ഒരു സംശയമില്ല. അത്ര സംശയ. ഹരിരപ്യവശേതേ ധാന്യപ്രാകൃതോജന. ഹരി ഇപ്പോൾ ഏതുപോലെ ഒരു പ്രാകൃതനായ ഒരാളെ പോലെ അവശനായി കിടക്കുന്നു. ഈ ദേവിക്ക് വിധേയരായ മറ്റു മഹാത്മാക്കളുടെ കഥ പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നാണ്. വിഷ്ണുവിന് പോലും സംഭവിക്കുന്നു എന്നിരിക്കെ, നമ്മൾ അങ്ങനെയാണല്ലോ, അയാൾക്ക് പോലും അങ്ങനെ വന്നുവെങ്കിൽ നമ്മുടെ കഥ എന്താ എന്ന് പറയുന്നത് പോലെ ലോകനാഥനായിരിക്കുന്ന ജഗത്തിൻ്റെ മുഴുവൻ കാരണഭൂതനായിരിക്കുന്ന വിഷ്ണു പോലും ആ ശക്തിക്ക് അധീനനായി അവശനായി കിടക്കുന്നു. സ്തൗമ്യദ്യ യോഗനിദ്രാം വൈ യയാ മുക്തോ ജനാർദ്ദന ഘടയിഷ്യതി യുദ്ധേ ച വാസുദേവ സനാതന. ആരിൽ നിന്ന് മുക്തനായാൽ ആ വാസുദേവൻ, സനാതനായിരിക്കുന്ന ജനാർദ്ദനൻ ഇപ്പൊ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുവോ, ആ ഭഗവതിയെ സ്തുതിക്കുക. ആ ഭഗവതി സന്തോഷിച്ചാൽ വിഷ്ണു ഉറക്കത്തിൽ നിന്നുണരും, വിഷ്ണു യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യും. ഇതി കൃത്വാ മതിം ബ്രഹ്മ പത്മനാളസ്ഥിതസ്തദാ തുഷ്ടാവയോഗനിദ്രാം താം വിഷ്ണോരംഗേഷു സംസ്ഥിതാം. അങ്ങനെ ആ വിഷ്ണുവിൻ്റെ അംഗങ്ങളിൽ, വിഷ്ണോരംഗേഷു സംസ്ഥിതാം താം യോഗനിദ്രാം, വിഷ്ണുവിൻ്റെ അംഗങ്ങളിൽ ചേർന്നിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന ആ യോഗനിദ്രയെ ഇത് ഉറപ്പിച്ച്, ഇത് കൃത്വാ മതിം ബ്രഹ്മ, മതിയെ ബുദ്ധിയെ ഉറപ്പിച്ചു, നിശ്ചയിച്ചുറപ്പിച്ച പത്മനാളസ്ഥിതസ്തദ, പത്മനാളസ്ഥിതനായിരിക്കുന്ന ബ്രഹ്മാവ് തുഷ്ടാവ, ആ യോഗനിദ്രയെ സ്തുതിച്ചു എന്ന് പറയുന്നു. ആ 26-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.